റയാൻ ഗോഗിൾ ഡയറക്റ്റ് ചെയ്ത സിന്നേഴ്സ് എന്ന് പറഞ്ഞ മൂവി കണ്ടു. സോ ഇതിൻ്റെ മെയിനായിട്ട് ആക്ടർ ചെയ്യുന്നത് മൈക്കൽ ബി ജോർദാനാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ബ്ലാക്ക് പാന്തർ കിൽമോങ്കർ ആയിട്ടെല്ലാം വന്നിട്ടുള്ള ആളാണ്. ഒരു ക്യാരക്ടറിന്റെ അടിപൊളി പെർഫോമൻസ് ഒരു മൂവിയാണ്. ഡബിൾ റോൾ ആയിട്ട് അകത്ത് വരുന്നത് സ്മോക്ക് ആൻഡ് സ്റ്റാക്ക് എന്നൊരു 2 ക്യാരക്ടേഴ്സ് ആയിട്ട്. സോ മൊത്തത്തിലൊരു മ്യൂസിക്കൽ വാമ്പയർ ടൈപ്പ് മൂവിയാണ്. ഇപ്പോൾ അടുത്തൊന്നും ഒരു വാമ്പയർ മൂവി കാണലേ ഇല്ല. എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് വാമ്പയർ മൂവി ആവാൻ സാധ്യതയുള്ള ഒരു മൂവി തന്നെയാണ് ഇത്. കാരണം അത്ര ഗംഭീരമായിട്ട് എൻ്റെ മേക്കിങ്ങും ഇതിൻ്റെ സ്റ്റോറി ലൈനും ആ ഒരു പോക്കുണ്ടല്ലോ, ഈ പടത്തിൻ്റെ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. സോ പടം മൊത്തത്തിലൊക്കെ ആയിട്ട് ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പടം കണ്ട ഫീൽ ആയി എനിക്ക് മൊത്തത്തിൽ നൽകിയത്. ഒരു ക്ലാസ് പടം, ഒരു വാമ്പയർ പടം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വേണം വാമ്പയർ പടം അങ്ങനത്തെ ഒരു കാര്യമില്ല. അതൊരു മ്യൂസിക്കൽ മൂവിയും കൂടിയാണ്. മ്യൂസിക്കിന് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പടത്തിൽ. അതേപോലെ തന്നെ വാമ്പയർസിനും ആ 2 സംഭവത്തിൻ്റെ തന്നെ നല്ലോണം ബ്ലെൻഡ് ആയിട്ട് ഒരു ഹിസ്റ്ററി തന്നെ ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ വെറുതെ ഒരു തട്ടിക്കൂട്ടുണ്ടാക്കിയ പടമല്ല. ഈ പടത്തിന് കറക്റ്റായിട്ട് ഒരു കാര്യം പറയാണ്ട് കറക്റ്റായിട്ട് ഒരു മെസ്സേജ് തരാനുണ്ട്. സോ ആ ഒരു കാര്യം കറക്റ്റായിട്ട് ഒരു ഡെലിവർ ആയിട്ടുണ്ടെന്ന് എനിക്ക് പറയാനുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഒരു സ്ലോ പേസ് പോകുന്ന മൂവി തന്നെയാണ്. ലാസ്റ്റ് ക്ലൈമാക്സ് തേർഡ് ആക്ട് സ്ട്രക്ചറിലൊക്കെ എത്തുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എല്ലാം കൂടുന്നത്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു ബിൽഡപ്പ് ഉണ്ട്, അതിലേക്ക് എത്താൻ പറ്റും. ഓരോ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവരെ ക്യാരക്ടേഴ്സിനെ മീറ്റപ്പ് ചെയ്ത് അവരെന്തെല്ലാം ചെയ്യുന്നത്, അവരെന്തെല്ലാം കാര്യങ്ങളും കാണിക്കുന്ന സീക്വൻസ് എല്ലാം ഉണ്ട്. അതിൻ്റെ എന്താ പറയുക, തീരെ ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് എത്രത്തോളം എൻഗേജ് ആയിട്ട് കൊണ്ടുപോകാം ഈ ക്യാരക്ടേഴ്സ് എന്താണ്, അങ്ങനത്തെ ഒരു കുറേ മിസ്റ്ററി കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ മെല്ലെ റിവീൽ ചെയ്താണ് ഇവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല, നല്ല ഇങ്ങനെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫ് ഒക്കെ അങ്ങനെ തന്നെ കുറേ ഇൻറ്റൻസിറ്റി ഒക്കെ കുറച്ച് കാര്യങ്ങളെല്ലാം കാണിച്ചു കൊണ്ടുപോകുന്നു. പക്ഷേ സെക്കൻഡ് ആക്ട് സ്ട്രക്ചറിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും, ഏകദേശം പിടി മാറുന്നുണ്ട്. ആൻഡ് ഇതൊരു വാമ്പയർ മൂവി എന്ന് വിചാരിച്ച് നിങ്ങൾ അതൊരു മൊത്തം മറ്റേ ഷൂട്ട് ഔട്ടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വിചാരിച്ച് ഒരിക്കലും കാണാൻ പറ്റില്ല. ഇത് അങ്ങനത്തെ ഒരു പടയല്ല, ഇത് മൊത്തം ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ പടമാണ്. മുന്നത്തെ വാമ്പയർ മൂവി നോക്കിയാൽ നമുക്ക് ഒരിക്കലും കമ്പീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മൂവിയാണ് ഈ സിനിമ. ഇതൊരു ഫ്രഷ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. നമുക്ക് ഒരു പുതിയൊരു കോൺസെപ്റ്റിൽ എങ്ങനെ നൽകുക, അങ്ങനത്തെ ഒരു സിനിമ കാണുമല്ലോ, ആ ഒരു ഫ്രഷ്നെസ് ആ സിനിമ നമുക്ക് നൽകുക. അതിൻ്റെ അകത്ത് മൈക്കൽ ബി ജോർദാൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം. മൂപ്പരെ പെർഫോമൻസ് തന്നെ മതി കണ്ടിരിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മളെ തമിഴിലെ വിക്രമിൻ്റെ ചില സിനിമകളിലൊക്കെ ഉണ്ട് പെർഫോമൻസ് ഒക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കും. സോ ആ ഒരു മോഡിൽ ഈ സിനിമ കണ്ടിരിക്കാം. മൈക്കൽ ബി ജോർദാൻ്റെ പെർഫോമൻസിൽ കിഡിലാണ്. മൂപ്പര് ചില്ലൗട്ട് ക്യാരക്ടറാണ്. സ്റ്റാക്ക് ആൻഡ് സ്മോക്ക് എന്ന 2 ക്യാരക്ടറാണ് ഇവർ മൂപ്പര് ചെയ്തിട്ടുള്ളത്. ഡബിൾ റോൾ ആണ്. രണ്ടും വേറെ ഷെയ്ഡ് ക്യാരക്ടേഴ്സാണ്. അത് ഗംഭീരമായിട്ട് മൂപ്പർ പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടാളും ഒരേ ആളാണ്, നമുക്ക് ഒരിക്കലും തിരിയാത്ത രീതിയിലാണ് മൂപ്പർ പെർഫോം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് വരുമ്പോൾ കുറേ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഒരു മ്യൂസിക്കൽ മൂവി ആയതിനെ കൊണ്ട് തന്നെ ഒരു വെയർ ഹൗസിലൊരു സീക്വൻസ് ഉണ്ട്. ഒരു ഐമാക്സ് റേഷ്യോയിലാണ് തോന്നി ഇതിൻ്റെ സാധനം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മൊത്തം ഒരു ഫുൾ സ്ക്രീനിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു ആ സംഭവം. ഒരു പാട്ടിൻ്റെ സീക്വൻസ് ഉണ്ട്. അതിൻ്റെ കുറേ പാട്ടെന്ന് വെച്ചാൽ കിടിലം പാട്ടായി. നമുക്കിങ്ങനെ ടി വിയിൽ കണ്ട് വൈബ് ചെയ്യാൻ പറ്റിയ കുറേ സീക്വൻസ് ഉണ്ട് ഈ പടത്തിൽ. ഒരു ഡാൻസിങ്ങും ഒരു പാട്ടൊക്കെ സിംഗ് ചെയ്യുന്ന ഇതൊക്കെ ഭയങ്കര രസമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ആ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ അകത്തുള്ള എല്ലാ പാട്ടും ഗംഭീരമായിട്ട് പ്ലേസ് ചെയ്തും ചെയ്തിട്ടില്ല, നല്ല ഗംഭീര പാട്ടുമാണ്. നല്ല രസമാണ് ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ അത് ആസ്പെക്ട് റേഷ്യോ ഇങ്ങനെ തന്നെ ചേഞ്ച് ആകുന്നുണ്ട്. അതൊരു ഗംഭീര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഐമാക്സ് റേഷ്യോയിലാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഫുൾ ഐമാക്സ് റേഷ്യോ ഇല്ല. ഇതിൻ്റെ അകത്ത് മെയിൻ ഇവൻറ്റ്സ് ഉണ്ട് ഈ പടത്തിൽ. അതൊരു വാമ്പയർ മൂവിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇവൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്തിട്ട് ഐമാക്സ് ഫുൾ റേഷ്യോയിൽ ഇങ്ങനെ വരും. ആ ഒരു ഇവൻറ്റ് വരുമ്പോൾ മാത്രമേ സംഭവിക്കൂ. അതിനുശേഷം ആ ഒരു ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ആവും. സോ അങ്ങനത്തെ മോഡിലാണ് ഈ സിനിമ പോകുന്നത്. അത് നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് തിയേറ്റർ കാണുമെന്ന് വിചാരിച്ച പടമാണ്. പക്ഷേ ഇത് എൻ്റെ അടുത്ത തിയേറ്റേഴ്സിലൊന്നും റിലീസ് ചെയ്തിട്ടുണ്ടായില്ല. തിയേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയായിരുന്നു. സോ മൊത്തത്തിലൊക്കെ ആയിട്ട് നല്ലൊരു മൂവി കണ്ട ഫീൽ എനിക്ക് ഈ സിനിമ നൽകിയത്. എല്ലാം കൊണ്ടും അതിൻ്റെ ഒരു മേക്കിങ്ങും അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങും നല്ല ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി എങ്ങനെ പിടിച്ചിരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഒരു വാമ്പയർ മൂവിയാണ് വിചാരിച്ചിട്ട് ഫുള്ളി ഷൂട്ട് ഔട്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് വിചാരിച്ചൊന്നും ഒരിക്കലും കാണുന്നത്. ഒരു ക്ലാസ് മൂവിയാണ്. ഒരു ക്ലാസ് രീതിയാണ് ഈ സാധനം അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. ആൻഡ് ട്രെയിലറൊന്നും കൂടുതൽ കാണാൻ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ട്രെയിലർ കണ്ടിട്ടാണ് കണ്ടത്. പക്ഷേ ട്രെയിലറിലെ കുറേ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് നല്ല ആസ്വാദനം ഉണ്ടായിരുന്നു. നിങ്ങൾ ട്രെയിലർ കാണാൻ തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും. എസ്പെഷ്യലി വാമ്പയർ ഡ്രാമ അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊന്ന് കണ്ടോക്കാം. നല്ല ഫ്രഷ് കോൺസെപ്റ്റിൽ ഉണ്ടാക്കിയ പടം പോലെ എനിക്ക് ഫീൽ ചെയ്യും കണ്ടാൽ. ഇതുവരെ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ഇവർ എടുത്തിട്ടില്ല. ആ ഒരു മ്യൂസിക്കും ആ കാര്യങ്ങളൊക്കെ അതിനൊരു ഹിസ്റ്ററി തന്നെ ഈ സിനിമയ്ക്ക് പറയാനുണ്ട്. ചില സ്ഥലത്തൊക്കെ ഒരു പൊളിറ്റിക്സ് ഒരു മെസ്സേജ് പോലെയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്സിനെ മറ്റും അങ്ങോട്ടും ഇങ്ങോട്ട് വേർതിരിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമയിൽ അവിടെ ഇവിടെ ആയിട്ടല്ലോ. സോ അതൊക്കെ നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. ആൻഡ് കഥയെ കാര്യങ്ങളാണെന്ന് പറയുന്നില്ല, അതൊക്കെ നിങ്ങൾ കണ്ടെന്നെ ആസ്വദിക്കുക. ഒരു ഗംഭീര പടം തന്നെയാണ്. ഒരു 2.5 മണിക്കൂറുണ്ട് അതിനുള്ള സിനിമയ്ക്ക് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ആ VFX പോർഷൻസ് ഒക്കെ ഗംഭീരമാണ്. ചില സീക്വൻസ് ഒക്കെ രക്ഷയില്ല. ഒരു മ്യൂസിക്കും ആ ഒരു VFXന്റെ ഒരു ഗംഭീര ഒരു മികവ് വരുമ്പോൾ സിനിമേൻ്റെ ഒരു ആസ്വാദന ലെവൽ വേറെ ലെവലോട്ട് പോകുന്നുണ്ട്. എസ്പെഷ്യലി ആ ഒരു തേർഡ് ആക്ട് സ്ട്രക്ചറൊക്കെ ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. സോ ചെറിയ പോർഷൻസ് ഒക്കെ ഒരു പാമ്പിനെ തന്നെ കത്തിരുത്തി തലക്ക് കുത്തുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. അതിനെന്താ പറയുക, ഭയങ്കര അതിൻ്റെ സൗണ്ട് എഫക്ട്സും അതിൻ്റെ ഒരു വിഷ്വലൈസിംഗ് ഒക്കെ വേറെ ലെവലായിട്ട് അവർ ചെയ്തിട്ടുള്ളത്. അത് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഗംഭീര ഫീലാണ് നമുക്ക് തരുന്നത്. എസ്പെഷ്യലി വാമ്പയർസിനൊക്കെ കാണിക്കുമ്പോൾ അവരൊരു മുഖത്തുള്ള ചോരയും കാര്യങ്ങളും കാണിക്കുമല്ലോ, നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ടെറിഫൈങ് ആയിട്ട് ഫീൽ തരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സോ മൊത്തത്തിലൊക്കെ നല്ലൊരു പടം കണ്ട ഫീൽ, ഒരു ഗംഭീര പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും കണ്ടോക്കാന്ന് പറയുള്ളൂ.